ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോക്കറ്റ് സ്കൂൾ. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാമത്തെ സമവാക്യങ്ങളിലെ കുറച്ച് ഭാഗം കൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിനു മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണേ. ഹായ് മക്കളെ, നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാമത്തെ സമവാക്യങ്ങളിൽ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്നത് ത്രികോണത്തിന്റെ വശങ്ങളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും, അതായത് ചതുരത്തിന്റെ വശങ്ങളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും, ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് റെക്ടാംഗിൾ, ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ട്രയാംഗിൾ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പറയുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറയട്ടെ. One question, that is the length of a right angle triangle 3x, 2x plus 2, 2x minus 1 units. Find the length of the sides. ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ഒരു മട്ട ത്രികോണം തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ മട്ട ത്രികോണം തന്നതിന് ശേഷം പറയുന്നു ഇതിന്റെ സൈഡ്സ്, ഇവിടെ 3x എന്ന് തന്നിട്ടുണ്ട്, ഇവിടെ 2x plus 2 എന്ന് തന്നിട്ടുണ്ട്, ഇവിടെ 2x minus 1 തന്നിട്ടുണ്ട്. എങ്കിൽ the sides of the right angled triangle are 3x, 2x plus 2, 2x minus 1 unit. Find the length of the sides എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ഇവിടെ പറയുന്നു ചിത്രത്തിലെ മട്ട ത്രികോണത്തിന്റെ വശങ്ങൾ 3x, 2x plus 2, 2x minus 1 വീതം ആണ്. ത്രികോണത്തിന്റെ വശങ്ങൾ കണക്കാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആൻസർ ചെയ്യുന്ന മെത്തേഡാണ്. ഇതൊരു മട്ട ത്രികോണമാണല്ലോ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണല്ലോ. മട്ട ത്രികോണമാണെങ്കിൽ ഇവിടെ വരും this is the 90 degree angle. ഓക്കെ, ഇതാണ് 90 ഡിഗ്രി എന്ന് പറയുന്നത്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണല്ലോ കാരണം വരാ ഹൈപ്പോട്ടന്യൂസ് വരാ. ദാറ്റ് ഈസ് ദ ലാർജസ്റ്റ് സൈഡ് ഓഫ് ദ ട്രയാംഗിൾ. ത്രികോണത്തിന്റെ ഏറ്റവും വലിയ വശം ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും, കർണമായിരിക്കും. അപ്പൊ നമ്മൾ പൈതഗോറസ് സിദ്ധാന്തം എന്ന് പറയുന്ന സിദ്ധാന്തം നമ്മൾ പഠിച്ചതാ. ഓക്കെ, എന്താ പൈതഗോറസ് സിദ്ധാന്തം, എന്താ പൈതഗോറസ് തിയറം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. അപ്പൊ അതായത് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് വരും. അപ്പൊ ഇവിടെ കർണം ഏതാ? 3x. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോട്ടന്യൂസ് 3x. അപ്പൊ കർണം സ്ക്വയർ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ സമം ബേസ് സ്ക്വയർ പ്ലസ് 2x minus 1 whole square പ്ലസ് ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് ലംബം സ്ക്വയർ എന്ത് വരും? 2x plus 2 whole square. ഇങ്ങനെ ചെയ്യാതെ ഓക്കെ, 3x square whole square is equal to 2x minus 1 whole square plus 2x plus 2 whole square എന്ന് വരുന്നു. ഇനി 3x ന്റെ സ്ക്വയർ, 3 ന്റെ സ്ക്വയർ എന്താ? 9 കിട്ടുന്നു. x ന്റെ സ്ക്വയർ എന്താ? x സ്ക്വയർ കിട്ടുന്നു. ഈ 2x minus 1 whole square a minus b whole square നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ എങ്ങനെ ചെയ്യാം? നമുക്കറിയാം a minus b whole square equal to a square minus 2ab plus b square എന്നാണ്. അപ്പൊ എന്ത് വരും? 2x minus 1 whole square സമം ഈ a ന്റെ സ്ഥാനത്ത് 2x ആണ്, b ന്റെ സ്ഥാനത്ത് 1 ആണ്. അപ്പൊ എന്ത് വരുന്നു? 2x സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്ക് പകരം 2x, ബിക്ക് പകരം 1 പ്ലസ് ബി സ്ക്വയർ പകരം 1 സ്ക്വയർ. അപ്പൊ എന്ത് വരും? 2x ന്റെ സ്ക്വയർ എന്താ? 4x സ്ക്വയർ. 2 2 4, 4 1 4 മൈനസ് 4x, 2 2x 4x ഇൻറ്റു 1 4x വരും പ്ലസ് 1 ന്റെ സ്ക്വയർ എന്താ? 1. അപ്പൊ 2x minus 1 whole square എന്ന് പറഞ്ഞാൽ minus b whole square നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് 4x square minus 4x plus 1 കിട്ടുന്നു. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതാം 4x square. 2x minus 1 ന്റെ പകരമായിട്ട് എഴുതുന്നത് 4x square minus 4x പ്ലസ് 1 കിട്ടുന്നു. അതുപോലെ നമുക്ക് ഇത് a പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ ചെയ്യാം. 2x പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്നുള്ളത് a പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ ചെയ്യുന്നു. വാട്ട് ഈസ് a പ്ലസ് ബി ഹോൾ സ്ക്വയർ? a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. അതായത് ഈ മൈനസിന്റെ സ്ഥാനത്ത് പ്ലസ് ഉണ്ടാവും, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പൊ 2x പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 2x ന്റെ സ്ക്വയർ 4x സ്ക്വയർ എന്ന് കിട്ടുന്നു. 2 ഇൻറ്റു 2x 4x, 4x ഇൻറ്റു 2 8x എന്ന് കിട്ടുന്നു. പ്ലസ് 2 ന്റെ സ്ക്വയർ 4 കിട്ടുന്നു. അപ്പൊ a പ്ലസ് ബി ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 4 സ്ക്വയർ പ്ലസ് 8x പ്ലസ് 4 കിട്ടുന്നു. ഇനി ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ സിംപ്ലിഫിക്കേഷൻ നടക്കും. പറഞ്ഞേ, ഇവിടെ 9x സ്ക്വയർ ഉണ്ട്, ഇവിടെ 4x സ്ക്വയറും 4 സ്ക്വയറും കൂട്ടിയാൽ ലൈക്ക് ടേംസ് ഓൺലി ആഡ്. ഓക്കെ, 4 സ്ക്വയറും 4 സ്ക്വയറും കൂട്ടിയാൽ 8x സ്ക്വയർ ആയി. മൈനസ് 4x ഉണ്ട് പ്ലസ് 8x ഉണ്ട്. 8x 4x കുറച്ച് എന്താ?
പ്ലസ് 4x ആയി മാറി. 1 4 കൂട്ടിയാലോ 5 കിട്ടുന്നുണ്ട്. ഓക്കെ, 4 സ്ക്വയർ കൂട്ടിയപ്പോ 8x സ്ക്വയർ ആയി. ദെൻ മൈനസ് 4x പ്ലസ് 8x 4x ആയി മാറി. 1 4 കൂട്ടുമ്പോൾ 5 കിട്ടുന്നു. 9x സ്ക്വയർ, ഈ 8x സ്ക്വയർ ഇങ്ങോട്ട് പോന്നാൽ എന്തായി മാറി? മൈനസ് 8x സ്ക്വയർ ആയി. ഈ പ്ലസ് 4x ഇങ്ങോട്ട് പോന്നാൽ എന്തായി? മൈനസ് 4x ആയി. പ്ലസ് 5 ഇങ്ങോട്ട് പോന്നാൽ എന്തായി? മൈനസ് 5 ആയി. ഈക്വൽ ടു 0. 9x സ്ക്വയർ 8x സ്ക്വയർ കുറച്ച് എന്ത് കിട്ടി? x സ്ക്വയർ കിട്ടി. x സ്ക്വയർ മൈനസ് 4x മൈനസ് 5 സമം 0. ഇത് രണ്ടാമത്തെ സമവാക്യമായി മാറി. ഇനി ഇതിനെ നമ്മൾ കൂട്ടിയാൽ മൈനസ് 4 ഗുണിച്ചാൽ മൈനസ് 5 കിട്ടുന്ന സംഖ്യകൾ ഏതല്ല? കൂട്ടിയാൽ മൈനസ് 4 വേണം, ഗുണിച്ചാല് മൈനസ് 5 വേണം. അങ്ങനത്തെ സംഖ്യ ഏതൊക്കെ കിട്ടുക? അപ്പൊ മൈനസ് 5 പ്ലസ് 1, മൈനസ് 5 1 കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 4 കിട്ടും. മൈനസ് 5ഉം 1ഉം ഗുണിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് മൈനസ് 5 കിട്ടും. ആ രൂപത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഘടകങ്ങളായിട്ട് നമുക്ക് എക്സ് മൈനസ് 5ഉം എക്സ് പ്ലസ് 1ഉം നമുക്ക് എടുക്കാം. അപ്പൊ അതായത് മൈനസ് 5ഉം പ്ലസ് 1ഉം കൂട്ടിയാൽ മൈനസ് 4 കിട്ടും. മൈനസ് 5ഉം 1ഉം ഗുണിച്ചാൽ മൈനസ് 5ഉം കിട്ടും. ഈ രൂപത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ? ഫാക്ടറൈസേഷൻ ഘടകക്രിയ രീതിയിൽ നമുക്ക് ഈ രൂപത്തിൽ കിട്ടും. ഇനി അതല്ല, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ സമവാക്യം ഉണ്ടല്ലോ, എക്സ് സമം മൈനസ് ബി പ്ലസ് 4 മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a, ആ ഫോർമുലയിൽ വെച്ച് ചെയ്താലും കിട്ടും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനെ പറ്റി. ഓക്കെ, അപ്പൊ എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 1 വരും. ഇതിൽ നിന്ന് നമുക്ക് എന്തായി? എക്സ് മൈനസ് 5 സമം 0 എന്നെടുക്കുന്നു. എക്സ് സമം മൈനസ് 5 പോന്നാൽ പ്ലസ് 5 ആയി മാറി. അടുത്ത കേസിൽ എക്സ് പ്ലസ് 1 സമം 0 എന്നെടുത്താൽ എക്സ് സമം നമുക്ക് എന്ത് കിട്ടി? എക്സ് സമം മൈനസ് 1 കിട്ടി. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ എക്സ് എന്ന് പറഞ്ഞ വശങ്ങളുടെ നീളമാണല്ലോ. അപ്പൊ നമ്മൾ നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല, പോസിറ്റീവ് മാത്രം എടുത്താൽ മതി. അപ്പൊ നമുക്ക് ഓരോ വശത്തിന്റെ നീളവും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ ഇതിപ്പോ 3x 2x മൈനസ് 1 2x പ്ലസ് 2 ആണല്ലോ ലംബം. ഇതിന് എക്സിന് വിലകൾ കൊടുത്താൽ നമുക്ക് ഓരോന്നിന്റെ വിലയും കിട്ടും. അതായത് കർണം സമയം എന്താ കിട്ടുന്നത്? കർണം സമയം നമുക്ക് കിട്ടുന്നു. ഇവിടെ കിട്ടുന്നത് എന്താ? 3 ഇൻറ്റു എക്സ് സമം നമുക്ക് 5 കിട്ടിയില്ലേ? 3 ഇൻറ്റു 5 സമം 15 ആണ് കർണം കിട്ടുന്നത്. നെക്സ്റ്റ് ഈ പാദം എന്ത് കിട്ടുന്നത്? ഹൈപ്പോട്ടന്യൂസ് ആണ് 15 കിട്ടിയത്. ബേസ് എന്താ കിട്ടുന്നത്? 2 ഇൻറ്റു 5 മൈനസ് 1, 2 5 10, 10 മൈനസ് 1 9 കിട്ടുന്നു ബേസ്. അതായത് പാദം 9 കിട്ടി. ദെൻ ഉയരം എന്താ കിട്ടുന്നത്? 2 ഇൻറ്റു എക്സിന് എത്ര കിട്ടി? 5, 5 പ്ലസ് 2, 2 5 10, 10 പ്ലസ് 2 12 കിട്ടുന്നു. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് കിട്ടിയ ഏതാണ്? കർണം 15 കിട്ടി, പാദം 9 കിട്ടി, ഉയരം 12 കിട്ടി. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്ത കാര്യം ആദ്യം നമ്മൾ ശ്രദ്ധിച്ചത് എന്താ? ഇവിടെ ഈ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ പൈതഗോറസ് തിയറം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യും. പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചു. ഓക്കെ, എക്സിന്റെ വില കിട്ടി കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തു. ഇനി ഒരു റെക്ടാംഗിൾ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. അതായത് ചതുരത്തിന്റെ വശങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. അതായത് ഒരു ചതുരം, ഈ ചതുരത്തിന്റെ വശത്തിന്റെ പ്രത്യേകതകൾ തന്നു. അപ്പൊ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക എന്നാണ് നോക്കുന്നത്. സോ ഇവിടെ പറയുന്ന ക്വസ്റ്റ്യൻ, ഒരു ചതുരത്തിന്റെ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ 4 സെന്റിമീറ്റർ കൂടുതലാണ്. അതിന്റെ പരപ്പളവ് 140 ചതുരശ്ര സെന്റിമീറ്റർ ആണെങ്കിൽ വശങ്ങളുടെ നീളം കാണുക. അതായത് ചെറിയ വശത്തിന് എക്സ് എന്ന് കൊടുത്താൽ ചെറിയ വശത്തേക്കാൾ 4 സെന്റിമീറ്റർ കൂടുതലാണെന്നാ പറഞ്ഞത്. അപ്പൊ വലിയ വശം എന്തായിരിക്കും? എക്സ് പ്ലസ് 4 ആയിരിക്കും. അപ്പോൾ ലെങ്ത് ഓഫ് സ്മോൾ സൈഡ് എക്സ് എന്ന് എടുത്താൽ ബിഗ് സൈഡ് എക്സ് പ്ലസ് 4 എന്ന് വരും. എന്നിട്ട് ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? അവയുടെ പരപ്പളവ് 140 ആണെന്ന് പറഞ്ഞു. പരപ്പളവ് 140 ആണെങ്കിൽ ഈ ചതുരത്തിന്റെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കാന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ല മക്കളെ. ചതുരത്തിന്റെ പരപ്പളവ് കാണാൻ ഉപയോഗിക്കുന്ന സമയം എന്താ? ചതുരത്തിന്റെ പരപ്പളവ് സമം നീളം ഇൻറ്റു വീതിയാണ്. ഓക്കെ, അതായത് ലെങ്ത് മൾട്ടിപ്ലൈ വിത്ത് ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ. അപ്പൊ ഇവിടെ കിട്ടുന്നത് നമുക്ക് എന്താ? ഇവിടെ ഈ ചതുരത്തിന്റെ പരപ്പളവ് നമുക്ക് നീളം ഇൻറ്റു വീതി. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 4 തന്നത് എത്രയാ? എത്ര ഡിഗ്രിയാ തന്നത്? 140 ആണ് പരപ്പളവ് തന്നത്. 140 ചതുരശ്ര സെന്റിമീറ്റർ സ്ക്വയർ ആണ് തന്നത്. ഇനി ഇവ തമ്മിൽ ഗുണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? രണ്ടാംഗ സമവാക്യം ഉണ്ടാക്കി മാറ്റുന്നു. എന്നിട്ട് എക്സിന്റെ വില കണ്ടുപിടിക്കുന്നു. ഇങ്ങനെ എക്സ് ഇൻറ്റു എക്സ് എന്ത് വരുന്നു? എക്സ് സ്ക്വയർ വരുന്നു. എക്സ് ഇൻറ്റു 4 എന്താ വന്നത്? 4x വരുന്നു. സമയം എത്ര കിട്ടി?
140 കിട്ടി. ഓക്കെ, ഇനി എന്താ ചെയ്യാ നമ്മള്? എക്സിന്റെ കൂടെ വരുന്ന സംഖ്യയുടെ പകുതിയുടെ വർഗം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 4x, എക്സിന്റെ കൂടെ വരുന്ന സംഖ്യ 4, 4ന്റെ പകുതി 2, 2ന്റെ വർഗം 4. നമ്മൾ എന്ത് ചെയ്യുക? 2 ഭാഗത്തും ആഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? ഇവിടെ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് എക്സ്, പ്ലസ് ആയതുകൊണ്ട് പ്ലസ്, 4 ആയതുകൊണ്ട് 2 ഹോൾ സ്ക്വയർ സമം 144 കൂട്ടിയാൽ 144 ആവുന്നു. എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് 144. എക്സ് പ്ലസ് 2 സമം പ്ലസ് ഓർ മൈനസ് 12. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നു എക്സ് പ്ലസ് 2 സമം, ഫസ്റ്റ് നമ്മൾ 12 എന്ന് എടുക്കുന്നു. അപ്പൊ എക്സ് സമയം എന്താ കിട്ടിയത്? 12 മൈനസ് 2 സമം എക്സ് സമയം എത്ര കിട്ടി? 10 കിട്ടി. 12 മൈനസ് 2, അപ്പം എക്സ് 10 കിട്ടി. രണ്ടാമത്തത് മൈനസ് 12 ആണ്. മൈനസ് 12 എടുക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം നെഗറ്റീവ് ഉത്തരത്തിൽ വന്നിട്ട് കാര്യമില്ല. കാരണം ഒരു ചതുരത്തിന്റെ വശങ്ങളുടെ നീളം ഒരിക്കലും തന്നെ നെഗറ്റീവ് ആവില്ല. അതുകൊണ്ട് നമ്മൾ എന്താണ് നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോ ഇവിടെ നമ്മൾ എക്സ് സമം 10, അതായത് ചതുരത്തിന്റെ വീതിയാണ് 10 കിട്ടി. അപ്പൊ നീളം എന്ത് കിട്ടും? 10 പ്ലസ് 4 14 എന്ന് കിട്ടും. ഓക്കെ, വശങ്ങളുടെ നീളം 14ഉം 10ഉം ആയിരിക്കും. സൈഡ്സ് ഓഫ് ദ റെക്ടാംഗിൾ 14 ആൻഡ് 10. അവസാനം നമുക്ക് എന്ത് ചെയ്താ? ചതുരത്തിന്റെ വീതി സമം നമുക്ക് കിട്ടി. എന്താ കിട്ടിയത്? 10 കിട്ടി. നീളം സമയം എന്ത് കിട്ടി? നീളം എന്ന് പറയണമെങ്കിൽ എക്സ് പ്ലസ് 4 ആണ്, 10 പ്ലസ് 4 ആണ് സമം 14 എന്നും കിട്ടി. ഓക്കെ, ഈ രൂപത്തിലാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ഈ രൂപത്തിൽ ചെയ്താൽ മതി. അപ്പം നിങ്ങൾ ഈ രൂപത്തിലുള്ള മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.